ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടലുകളിലൂടെയും പൊതുസമൂഹത്തിലെ ചർച്ചകളിലൂടെയും യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത സിനിമാ മേഖലയിലെ നടന്മാരാണ്. ഇപ്പൊ ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇപ്പോൾ ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ മിസ്റ്റീരിയസ് സ്ക്രിപ്റ്റിനെ വെല്ലുന്നൊരു സ്ക്രിപ്റ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം മിന്നുന്നതല്ല എന്ന് പറയുമ്പോൾ ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഒരേപോലെ സംശയത്തിന്റെ നിഴൽ വരികയാണ്. അതിനകത്ത് ഒരു തെറ്റും ചെയ്യാത്ത ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് എങ്കിൽ ആ സൂപ്പർ സ്റ്റാർ അനാവശ്യമായി 24 മണിക്കൂർ കൊണ്ട് കുറ്റ വിചാരണ നേടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പൊതുതത്വം എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരൊറ്റ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിനകത്ത് തെറ്റ് ചെയ്യാത്ത സിനിമാ നടന്മാർ, സിനിമാ സൂപ്പർ സ്റ്റാറുകൾ നിരന്തരമായി ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്പെസിഫിക് ആകണ്ടേ? ആരാണ് തെറ്റുകാർ? ഇപ്പോൾ ഇരയുടെ പേര് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോ ഹേമ കമ്മിറ്റി എന്നല്ല, നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ സാമാന്യ നിയമമാണല്ലോ ഇരയുടെ പേര് പുറത്തു വരാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ വേട്ടക്കാരന്റെ പേര് പുറത്തു വരാൻ പാടില്ല എന്ന് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇപ്പൊ ഗോവിന്ദ ചാമിക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് കുറ്റകൃത്യം ചെയ്ത ഈ സൂപ്പർ സ്റ്റാറിനുള്ളത്? സംസ്ഥാന സർക്കാർ ആരെയാണ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്? ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് WCC എന്ന് പറയുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് രൂപപ്പെട്ടൊരു റിഫോർമേഷൻ ഓർഗനൈസേഷൻ ആണല്ലോ, ഒരു സംഘടനയാണല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുകയാണ് WCCയുടെ ഒരു സ്ഥാപക അംഗം, ആ സ്ഥാപക അംഗം പിന്നീട് അതിൽ നിന്ന് നിലപാട് മാറ്റി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായി സിനിമാ ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് നിൽക്കുകയാണെന്ന്. നമുക്കറിയുന്ന ഒന്നിലധികം WCC അംഗങ്ങൾ സജീവമായിട്ട് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ഈ ഒരംഗം ചെയ്ത തെറ്റിന്റെ പേരിൽ WCC എന്ന് പറയുന്ന സംഘടന തന്നെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയല്ലേ? എന്നോട് ഇന്നലെ എന്നെ ഒരു യുവ സംവിധായകൻ വിളിച്ചു. ആ യുവ WCCയുടെ തുടക്കത്തുണ്ടായിരുന്ന ഒരു യുവതി, ഒരു നടി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴിയിൽ പറയുന്നത് സിനിമാ മേഖലയിൽ ഇങ്ങനെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ അവർ അതിന് വഴങ്ങി എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട. അല്ല, ശരി, ഞാൻ പറഞ്ഞത് WCCയിലെ മുഴുവൻ അംഗങ്ങളും അതിന്റെ പാപഭാരം ചുമക്കുകയല്ലേ? ഒരു യുവ സംവിധായകൻ, അദ്ദേഹം എന്റെ സുഹൃത്താണ്, അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തൊരു പരാമർശമാണ്, യുവ സംവിധായകന്റെ സെറ്റിനകത്ത് ലഹരി പദാർത്ഥങ്ങളുടെ യഥേഷ്ടമായിട്ടുള്ള വിപണനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ യുവ സംവിധായകന്മാരും അതിന്റെ പാപഭാരം എന്തിനാ പേർന്നത്? ഈ റിപ്പോർട്ടിനകത്ത് തന്നെ പറഞ്ഞു. ഇതിനകത്ത് എല്ലാ യുവ സംവിധായകരെയും അതിന്റെ പാപഭാരം പറയാനായിട്ട് പറഞ്ഞു വിടുന്നതിനാ? ഞാൻ ചോദിക്കുന്നത്, ഗോവിന്ദച്ചാമി ചെയ്ത ക്രൈമിന്റെ അതേ ഗ്രാവിറ്റിയുള്ള ക്രൈം ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പോൾ എന്താണ് ആഡഡ് പ്രിവിലേജ്? നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്ത് എല്ലാവരും തുല്യരല്ലേ? സമത്വമല്ലേ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനവും സൗന്ദര്യവും? അവിടെ എങ്ങനെയാണ് ഈ സിനിമാ താരങ്ങളായിട്ടുള്ള ക്രൈം ചെയ്ത ആളുകൾക്ക് ഈ ആഡഡ് പ്രിവിലേജ് കിട്ടുന്നത്? അപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടെങ്കിലും മലയാള സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന എല്ലാവിധമായ ക്രൈമുകളുടെയും അതിന്റെ സംഘടന സംവിധാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. ഇപ്പം ഇനി നിയമ നടപടികൾ, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട നിയമ നടപടികളുടെ പ്രശ്നം നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ വശം, ഒരു കമ്മിറ്റിയുടെ ശുപാർശ വന്നു, ആ ശുപാർശയിൽ എന്തെങ്കിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇതിനകത്ത് എനിക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നിയത്, ഇപ്പോ സ്മൃതിക്ക് അറിവുള്ള വിഷയമാണോ എന്ന് എനിക്കറിയില്ല, 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വ്യാപാര സ്ഥാപനം നിങ്ങൾ നടത്തുകയാണെന്ന് വിചാരിച്ചു. 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വ്യാപാര സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്തൊരു ടോയ്ലറ്റ് വേണം എന്നുള്ളത് അടിസ്ഥാന നിയമമാണ്. ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയ്ക്കകത്ത് നിങ്ങളുടെ ജീവനക്കാർക്ക് ആനുപാതികമായിട്ട് ടോയ്ലറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ബേസിക് അമ്യൂണിറ്റിയാണ്, ബേസിക് റിക്വയർമെന്റ് ആണ്. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടില്ല. അങ്ങനെ ശക്തമായ നിയമ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്തിനകത്ത്, ഒരു രാജ്യത്തിനകത്ത്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദാതാവാണ് മലയാള സിനിമാ ഇൻഡസ്ട്രി. ഏറ്റവും അധികം തൊഴിൽ സംഭാവന ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിക്കകത്ത് 100ഉം 300ഉം വനിതകൾ അടക്കമുള്ള ആളുകൾ തൊഴിൽ ചെയ്യുന്നിടത്ത് അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ കുറ്റിക്കാടാണ് ഇപ്പോഴും ആശ്രയം എന്ന് പറയുമ്പോൾ ഈ സിനിമാ ഇൻഡസ്ട്രിയിലെ പളവടപ്പൊന്നും യഥാർത്ഥത്തിൽ അതിനകത്തെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കില്ല, അണിയറ പ്രവർത്തകർക്കില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതത്ര വലിയ വിവേചനമാണ്. അതിനെ റിവൈസ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതിനകത്ത് കുറ്റം ചെയ്തവരെക്കാൾ ഞാൻ ഇതിനകത്ത് പിൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 5 വർഷക്കാലമായി വീണ്ടും ആ കുറ്റങ്ങൾ യഥേഷ്ടം ചെയ്യാനായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്തിനാണെന്ന് ഈ വാശി പിടിക്കുന്നത്? ഈ റിപ്പോർട്ടിനകത്ത് പേരുകൾ പുറത്തു വരാൻ പാടില്ല. എന്തിനാ സംസ്ഥാന സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത്? മലയാള ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ? എത്രയോ പ്രതിഭാധനരായിട്ടുള്ള പ്രതിഭകളുടെ ഒരു ഇൻഡസ്ട്രിയാ. ക്യാൻ പുരസ്കാരം നേടിയ സിനിമാ താരങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിലില്ലേ?
ഫ്രഞ്ച് ഗവൺമെന്റ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാംസ്കാരിക പുരസ്കാരം നേടിയ ആളുകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലില്ലേ? എന്തിനേറെ പറയുന്നു, ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ഓസ്കാർ അവാർഡ് ജേതാക്കൾ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിലെ മുഴുവൻ ആളുകളെയും അധിക്ഷേപിക്കുവാൻ പാകത്തിന്, കുറ്റവാളികൾ രക്ഷപ്പെടുവാൻ പര്യാപ്തമായ രീതിയിൽ ഒരു റിപ്പോർട്ടിനകത്ത് വെള്ളം ചേർക്കുന്നത് അത് അങ്ങേയറ്റം നീതീകരിക്കുവാൻ കഴിയാത്തതാണ്. ഈ സംസ്ഥാന സർക്കാരും ഈ പവർ ബ്ലോക്കും തമ്മിലുള്ള അവിശുദ്ധ നെക്സസ് അത് പൊളിക്കണം. സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ആരായാലും അതുകൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ഈ പോരാട്ടം അവസാനിക്കത്തുള്ളൂ. ഒന്നാലോചിക്കണം, ഈ സംസ്ഥാന സർക്കാരല്ലേ മലയാള സിനിമ ഇൻഡസ്ട്രിയെ അവരുടെ PR-ന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? സ്ത്രീ സുരക്ഷയുടെ പരസ്യം ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടിമാരല്ലേ? ആ നടിമാര് പ്രവർത്തിക്കുന്ന അവരുടെ ഇൻഡസ്ട്രിയിൽ പോലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഈ സംസ്ഥാന സർക്കാർ പറയുന്ന ബാക്കി മേനികൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾ സമര പോരാട്ടങ്ങളുമായി നിയമ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. രാഹുൽ, അതിലൊരു വ്യക്തത, നിങ്ങൾ DGP-ക്ക് യൂത്ത് കോൺഗ്രസ് DGP-ക്ക് പരാതി നൽകി. പറയൂ. ഒറ്റ കാര്യം കൂടി അതായത് ഈ സംസ്ഥാന സർക്കാരിന് ഒരു അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത സംസ്ഥാന സർക്കാരല്ല കേട്ടോ. ഒരു സംസ്ഥാന മന്ത്രി രാജിവെക്കുവാൻ പര്യാപ്തമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ആ മന്ത്രിക്കെതിരായിട്ട് ആ മന്ത്രി രാജിവെച്ചതിന് ശേഷം ആ മന്ത്രിയുടെ ആരോപണത്തെ പറ്റി അന്വേഷിക്കാൻ ഇതേ സംസ്ഥാന സർക്കാർ, ശ്രീ പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. ആ കമ്മിറ്റി 1 മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് ആ റിപ്പോർട്ട് പുറത്തു വന്ന് മന്ത്രി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി ആ മന്ത്രിയെ തിരിച്ചെടുത്ത പാരമ്പര്യമുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് 5 വർഷക്കാലമായി ഒരു റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. അപ്പൊ ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണം, ഏത് പുറത്തുവിടാൻ പാടില്ല, ഏതിന് മുകളിൽ ആക്ഷൻ ടേക്കൺ ഉണ്ടാകണം, ഏതിന് മുകളിൽ നോ ആക്ഷൻ ആയിരിക്കണം എന്നതിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഈ സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ശരി രാഹുൽ, ഞാൻ ചോദിച്ചത്, നിങ്ങൾ DGP-ക്ക് പരാതി നൽകി, അബിൻ വർക്കിയാണ് നൽകിയത്. അതിപ്പോൾ DGP ADGP-ക്ക് കൈമാറിയെന്ന് കേൾക്കുന്നു. അതിൽ എന്താണ് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് എന്താണ്? ഈ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ മാഫിയ സംഘത്തിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണോ? എന്താണ് നിങ്ങൾ അതിൽ സ്പെസിഫിക്കായി ഉദ്ദേശിക്കുന്നത്? സ്മൃതി, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗുരുതരമായ ഗ്രാവിറ്റിയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്, രാജ്യദ്രോഹ കുറ്റം നടന്നിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടായിട്ടുണ്ട്, തൊഴിലിടത്തിലെ ചൂഷണം ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒഫൻസുകൾ നിലനിൽക്കെ ആ ഒഫൻസിന് മുകളിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇവർ പറയുന്ന പരാതി ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലേ ഞങ്ങൾ പരാതി പറയുക, ഞങ്ങൾ പരാതിക്കാരായി മാറുകയാണ്. അപ്പൊ ഞങ്ങളുടെ പരാതി മുകളിൽ സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യട്ടെ. ഈ റിപ്പോർട്ട് ഇപ്പം മന്ത്രി പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഈ മന്ത്രി മനസ്സിലാക്കേണ്ടത്, ഇതേ സാംസ്കാരിക വകുപ്പിന് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ശ്രീ AK ബാലൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് അന്ന് DGP-ക്ക് കൈമാറി. DGP അന്ന് പറഞ്ഞത് എന്താ? പരാതിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സ്മൃതി 1 കോടിയിൽ പരം രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്? ഇവർ പറയാം കോൺക്ലേവ് നടത്തുകയാണെന്ന്. ഇന്നിപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സംവിധായകൻ പറഞ്ഞു, ഈ കോൺക്ലേവ് നടത്താനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് ആണ് എങ്കിൽ പിന്നെ ഇതിനകത്ത് എന്ത് പ്രസക്തിയുള്ളത്? ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, ഇതിനകത്ത് കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് 3 ജനപ്രതിനിധികളില്ലേ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന്? ഒരു കേന്ദ്രമന്ത്രി ഇല്ലേ, ഒരു സംസ്ഥാന മന്ത്രി ഇല്ലേ, ഒരു MLA ഇല്ലേ? നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികളില്ലേ? ബാക്കിയുള്ളവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പബ്ലിക്കിനോട് മുന്നിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ജനങ്ങളുടെ വോട്ട് വാങ്ങിയ 3 ജനപ്രതിനിധികൾ ഈ സംസ്ഥാന സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. അവരാരെങ്കിലും കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ഇതിനകത്ത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാനും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നത് വരെ നിയമ നടപടികൾ, DGP-ക്ക് കൊടുത്ത പരാതിയിൽ ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല, ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ഞങ്ങൾ കോടതികൾ വഴി നടത്തിക്കൊണ്ടിരിക്കും. മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലിന് വേണ്ടുന്ന എല്ലാവിധമായ പൊതുപ്രവർത്തനങ്ങളും പൊതു ഇടപെടലുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ മലയാള സമൂഹം വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് മറ്റൊരു മേഖലയ്ക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ഇപ്പോ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നടക്കുന്നതാകട്ടെ പുറത്തു വരില്ലേ, ഒരു പൊതുപ്രവർത്തനം നടത്തുന്നതാട്ടെ പുറത്തു വരില്ലേ, ഒരു ബ്യൂറോക്രാറ്റ് നടത്തുന്നതാട്ടെ പുറത്തു വരില്ലേ? സിനിമാ ഇൻഡസ്ട്രിക്ക് മറ്റൊരു ഇൻഡസ്ട്രിക്കും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന ഈ സിനിമാ ഇൻഡസ്ട്രിക്കകത്തുള്ളത്? അതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിയമവിദഗ്ധർ കൂടി ഇക്കാര്യത്തിൽ അഭിപ്രായം ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ